ഇനി നിങ്ങൾക്ക് മെയിൻലി കാണേണ്ടത് കോഡ്സിൽ പോവാം. എന്താണ് ആസ്ക് പ്രൈസ്, എന്താണ് ബിഡ് പ്രൈസ് എന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പറഞ്ഞുതരാം. ഒരു സാധനത്തിന് എപ്പോഴും ആസ്ക് പ്രൈസും ബിഡ് പ്രൈസും ഉണ്ടാവും. XAUUSD എന്നുള്ളത് കണ്ടോ, XAUUSD ഇതിലുള്ളത് ഇതിൽ 4785 സംതിങ് കണ്ടോ, രണ്ട് പ്രൈസ് കണ്ടോ. ഇതിൽ വലിയ പ്രൈസ് ഇല്ലേ, വലിയ പ്രൈസ് കൂടിയ പ്രൈസിനെയാണ് ഇപ്പം ആസ്ക് പ്രൈസ് എന്ന് പറയാം, കുറഞ്ഞ പ്രൈസിനെ ബിഡ് പ്രൈസ് എന്നാണ് പറയാം. ഇപ്പം കൂടിയ പ്രൈസ്, അതായത് നമ്മൾ ഒരാളടുത്തൊരു ഫോൺ, ഇപ്പം ഞാൻ എൻ്റെ ഫോൺ വിൽക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാനൊരു പ്രൈസ് പറയും, എനിക്കൊരു 20,000 രൂപ വേണമെന്ന് പറയും. അപ്പോൾ അപ്പുറത്തുള്ള ആൾ പറയും ഞാനൊരു 18,000 രൂപ വരാം. അപ്പോൾ ഞാൻ ചോദിച്ച പ്രൈസ് എത്രയാണ്? 20,000. അവൻ ബിഡ് ചെയ്ത് അവൻ വാങ്ങാൻ ഉദ്ദേശിച്ച പ്രൈസ് എത്രയാണ്? 18,000. അപ്പം ആസ്ക് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന പ്രൈസ്, ബിഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ കച്ചവടം നടക്കുന്ന പ്രൈസ്. ഇതാണ്. ഇതിൽ ബൈ, ഇപ്പം മാർക്കറ്റിൽ 2 പ്രൈസ് ഉണ്ടല്ലോ അല്ലെ, ഗോൾഡിന് ഇപ്പം 2 പ്രൈസ് ഉണ്ട്. ഈ 2 പ്രൈസിൽ ബൈ ചെയ്യുമ്പോൾ, ഒരാൾ ബൈ ചെയ്യുമ്പം നമ്മളിത് വീഴുക എപ്പോഴും ആസ്ക് പ്രൈസിലാണ്, വലിയ പ്രൈസിലാണ് ബൈ ഓർഡർ വീഴുക. സെൽ ഓർഡർ വീഴുക ചെറിയ പ്രൈസിലാണ്. ഒപ്പം എടുത്താൽ പോലും അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ, ആസ്ക് പ്രൈസിൻ്റെ ബിഡ് പ്രൈസിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് കണ്ടോ, ഗോൾഡിൻ്റെ ഈ തൊട്ട് താഴെ ടൈം ഈ ഒരു ഇതിൽ കണ്ടോ 19-20 എന്നിങ്ങനെ മാറി കളിക്കുന്നത്. ഇതാണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു ട്രേഡ് എടുക്കുമ്പം ബ്രോക്കർക്ക് കിട്ടുന്ന കമ്മീഷനാണ് എന്ത്, ഈ ഒരു ട്രേഡ്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ 2 ട്രേഡും, ഇപ്പോൾ ഈ 2 ട്രേഡ് എടുത്താലും കണ്ടോ മുകളിൽ മാറ്റമൊന്നും വരില്ല. കാരണം എന്താ, ഒരു സെയിം ക്വാണ്ടിറ്റി നമ്മൾ ബൈയും ചെയ്തു സെല്ലും ചെയ്തു. അപ്പോൾ ഒരു ട്രേഡും എടുക്കാത്ത എഫക്റ്റാണ് ഉണ്ടാവുക. കാരണം മുകളിലേക്ക് ഒരു ട്രേഡ് പ്രോഫിറ്റിൽ പോകുമ്പോൾ മറ്റേ ട്രേഡ് ലോസിലേക്കും പോകും. അപ്പോൾ ഇതിൽ പ്രോഫിറ്റും ഉണ്ടാവില്ല, ലോസും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ക്ലിക്ക് ചെയ്ത് ബൾക്ക് ഓപ്പറേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ഓൾ പൊസിഷൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോസായി കിടക്കുന്ന മാത്രം പൊസിഷൻസും അല്ലെങ്കിൽ ബൈ പൊസിഷൻസും മാത്രം അങ്ങനെയൊക്കെ കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ രണ്ടും കൂടെ കട്ട് ചെയ്ത് വെച്ചു. ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മളിപ്പോൾ ഇന്ന് പഠിക്കാനുള്ളത്.